പാലക്കാട്ട് KSRTC ബസ് മോഷ്ടിച്ചു. പാലക്കാട് ഡിപ്പോയിൽ നിന്നാണ് ബസ് മോഷണം പോയത്. പുലർച്ചെ 5 മണിയോടെ KSRTC ഓർഡിനറി ബസ്സാണ് അജ്ഞാതൻ മോഷ്ടിച്ചത്. ജീവനക്കാർ പിന്തുടർന്നതോടെ നഗരത്തിലെ മംഗളം ടവറിന് സമീപം ബസ് ഉപേക്ഷിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, വിചിത്രമായ മോഷണമാണല്ലോ. KSRTC ബസ് മോഷ്ടിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞിരിക്കുന്നു. ഇത് മോഷണം തന്നെയായിരുന്നു? പെട്ടെന്നൊരു അത്യാവശ്യത്തിന് ബസ് എടുത്ത് പോയതാണോ? എന്താണ് അറിയാനാകുന്നത്? ഇന്ന് പുലർച്ചെ 5:15 മണിക്കാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. പാലക്കാട് KSRTC ഡിപ്പോയിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഈ ഓർഡിനറി ബസ്. ഈ സമയത്ത് പെട്ടെന്ന് ഒരു അജ്ഞാതൻ എത്തുന്നു. ഈ ബസ് പെട്ടെന്ന് തട്ടിയെടുത്ത് പിന്നീട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡിപ്പോയിലുള്ള മറ്റ് ജീവനക്കാർ ഇക്കാര്യം കാണുകയും ഈ ബസ്സിനെ പിന്തുടരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ബസ് തട്ടിക്കൊണ്ടുപോയ ഈ അജ്ഞാതൻ പെട്ടെന്ന് അബൂബക്കർ റോഡിലൂടെ ഈ ബസ് കൊണ്ടുപോകുന്നത്. പിന്നാലെ ആൾക്കാർ എത്തുന്നു, അല്ലെങ്കിൽ ജീവനക്കാർ പിന്തുടരുന്നു എന്ന് മനസ്സിലാക്കിയ ഈ അജ്ഞാതൻ പിന്നീട് നേരെ എത്തുന്നത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള മംഗളം ടവർ പരിസരത്താണ്. അവിടേക്ക് എത്തിയ ആളുകൾ പിടികൂടുമെന്ന് മനസ്സിലായതോടുകൂടിയാണ് പിന്നീട് ഈ ഓർഡിനറി ബസ് ആ മംഗളം ടവറിന് സമീപത്ത് ഉപേക്ഷിച്ച് ഈ മോഷ്ടാവ് അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുള്ളത്. ഏതായാലും പെട്ടെന്ന് തന്നെ പിന്നീട് KSRTC ജീവനക്കാർ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നു. ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും പിന്നീട് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് ഈ മേഖലയിലേക്ക് എത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് ഡിപ്പോയിൽ നിർത്തിയിട്ടുള്ള ഒരു ബസ്സാണ് ഇത്തരത്തിൽ ഒരു അജ്ഞാതനെത്തി യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ലാതെ എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. ഒരു കവർച്ച തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പരാതിയിലും പറയുന്നത്. ആ ബസ്സാണ് പിന്നീട് പാലക്കാട് നഗരത്തിൽ ഏകദേശം ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തുള്ള ഈ മംഗളം ടവറിന് സമീപത്ത് വെച്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബസ് ആർക്കും എടുത്തു കൊണ്ടുപോകാൻ രീതിയിലുള്ള ഭാഗത്തിലാണോ നിർത്തിയിരുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസും അറിയിച്ചിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.